ആർ ബാലകൃഷ്ണപിള്ളയെ VS ആണ് അഴിയെണ്ണിച്ചതെങ്കിലും സഖാക്കൾക്കൊപ്പം കൂടിയ സ്ഥിതിക്ക് ഉമ്മൻചാണ്ടിക്കെതിരായ പോരാട്ടം അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അഴിമതി മുഖ്യ വിഷയമാക്കിക്കൊണ്ടുള്ള പോരാട്ടം. പിള്ളേച്ചനാകുമ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടം ഭയങ്കര രസകരമായിരിക്കും. അതുകൊണ്ട് അഴിമതിയുടെ കടലാസുകൾ വീണ്ടും ഉയർത്തിക്കാട്ടുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ ഇതേ ന്യായാസനത്തിന് മുന്നിൽ കണ്ണീരിന് പകരം ചോര ഒലിക്കുന്ന കണ്ണുകളുമായി ഞാൻ നിന്നു. ഒരിക്കൽ നീതിക്ക് വേണ്ടി ഇരുന്നു. എന്റെ കണ്ണുനീര് കാണാൻ ഇവിടുത്തെ നിയമത്തിന് പ്രൊവിഷൻ ഉണ്ടായില്ല. ഈ അഴിമതികള് 4 കൊല്ലം UDF-നകത്ത് നിന്നുകൊണ്ട് ഞാൻ എഴുതി കൊടുത്ത അഴിമതികൾ 100 കണക്കിനാണ്. നിയമത്തിന് ആവശ്യം തെളിവുകളായിരുന്നു. തെളിവുകൾ അഴിമതികൾ എഴുതി കൊടുത്തതിന്റെ കെട്ടുകണക്കിനുള്ള കടലാസുകളാണ് ഇതൊക്കെ. കൈയും കാലും കെട്ടപ്പെട്ട് ശബ്ദമുയർത്താൻ പോലും കഴിയാതെ എല്ലാം കണ്ടു നിൽക്കേണ്ടി വന്ന എന്റെ ഗതികേട് ഞാനപ്പോൾ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? രമേശ് ചെന്നിത്തല കണ്ണുരുട്ടി കാണിച്ചപ്പോ നിന്നു. നിയമം തെളിവുകൾക്ക് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ അതിന്റെ പരിധികൾക്കിടയിലൂടെ അപരാധികൾ രക്ഷപ്പെട്ടു. തെളിയിക്കപ്പെടാതെ പോയ സത്യങ്ങളെ നിയമം കണ്ടതേയില്ല. മാണി, ബാബു, ശിവകുമാർ, രമേശ് ചെന്നിത്തല എന്റെ കൺമുന്നിൽ വെച്ച് ആ ക്രൂരകൃത്യം ചെയ്തവരെ രക്ഷിക്കാൻ അലീബി എവിഡൻസ് ഉണ്ടായിരുന്നു. അതിന് സാക്ഷ്യം വഹിക്കാൻ നിയമം നിർമ്മിക്കാൻ വേണ്ടി ജനങ്ങൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയച്ച ഈ ജനപ്രതിനിധി ഉണ്ടായിരുന്നു. പക്ഷെ KM മാണിയേക്കാളൊക്കെ വലിയ തിമിംഗലങ്ങൾ ഈ മന്ത്രിസഭയിൽ വേറെ ഉണ്ട്. അതും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേര് നീതി എന്നാണെങ്കിൽ ഞാൻ പറയും ആ വാക്കിന് അർത്ഥം നഷ്ടപ്പെട്ടുവെന്ന്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബാബുവിനെതിരായി അന്വേഷണം നടന്നാൽ ഈ വാങ്ങിച്ച പണത്തിന്റെ പങ്ക് എവിടെയൊക്കെ എത്തിയെന്ന് പറയാൻ കഴിയുന്നയാൾ ബാബുവാ. ഉമ്മൻചാണ്ടിയുടെ വരെ തല ഉരുടും. എന്റെ കഥ, എന്റെ ഈ ശബ്ദം മന്നിച്ചുറങ്ങിപ്പോയ നിയമത്തിന്റെ കണ്ണുറപ്പിക്കാൻ ഉതകുമെങ്കിൽ ഈ ജന്മം കൊണ്ട് അത്രയും സാഫല്യം നേടിയെന്ന് ഞാൻ കരുതും. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വേറൊരു പേരൂടെ ഉണ്ട്. ഈ തെങ്ങും പണം പുരേടം എന്നാ പറയുന്നത്. അവിടെ ഒറ്റി ഒഴിഞ്ഞു കൊടുക്കുമ്പം അച്ചിങ്ങ വരെ വെട്ടും. അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ വിടർന്നു വരുന്ന വെള്ളയ്ക്ക. ഇപ്പം മന്ത്രിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റബ്ബറിന് കടുമ്പടി ഏണി വെച്ച് വെട്ടും. റബ്ബർ തീരാറാവുമ്പം ആ വെട്ടാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെപ്പോലെ പൊട്ടിത്തെറിക്കാൻ ശക്തി കിട്ടാതെ പോയ ആയിരങ്ങൾക്ക് വേണ്ടി, ദുഃഖം കരുത്തമർത്തി വിധിക്ക് വഴങ്ങേണ്ടി വന്ന ആയിരങ്ങൾക്ക് വേണ്ടി ഞാൻ രക്തസാക്ഷിയാകാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും രക്ഷപ്പെട്ടില്ല. ഇനി ഉമ്മൻചാണ്ടിക്കെതിരെ നിരന്തരം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാലേ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇടതുപക്ഷം 2 സീറ്റെങ്കിലും കൊടുക്കൂ. അതുകൊണ്ട് പിള്ളേച്ചന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പിള്ളേച്ചന് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.